വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാവുന്നതാണ്. ഇനി അങ്ങനെ മാറ്റി വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുത്താലും മതിയാകും. അതിലേക്ക് നമുക്ക് 2 അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള വലിയ ഉള്ളി നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 6-7 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഉള്ളി വാടിയ ശേഷം വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളി ഇടുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറുത്തിട്ട് അതിൽ തന്നെ ഇട്ട് വാട്ടാവുന്നതുമാണ്. എന്നിട്ട് ഈ ഉള്ളി വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ തന്നെ നന്നായി ഒന്ന് വഴറ്റി വരണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പട്ടയും പൂവ് ഗ്രാമ്പു അങ്ങനെ എല്ലാം കൂടെ അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ കുക്കറിൽ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ പീസ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവസാനം നമുക്ക് ഈ ചിക്കനും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല ചെയ്ത് വെച്ച ആ പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മൂടി മറിച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഓവർ കുക്ക് ആവേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ടാണ് ഇതേപോലെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താലും മതിയാവും. എന്നിട്ട് ഒരു 1/4 സ്പൂണും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒരു കൈപ്പാട്ടയിലാണ് അരി എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 കൈപ്പാട്ടയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ 500 അരി എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ ഒരു പാട്ട ആണ് ഞാൻ അരി എടുത്തത്, അതുപോലെ 2 പാട്ട ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് അരിയുടെ അളവൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലയും പുതിന ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി